ഹലോ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാത്തി യഅ്തീനൽ ഫാഹിശത മിൻ നിസായിക്കും ഫസ്തശ്ഹിദു അലൈഹിന്ന അർബഅതൻ മിൻകും ഫഇൻ ശഹിദു ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്ത് ഹത്താ യതവഫാഹുന്നൽ മൗത്ത് ഔ യജഅലല്ലാഹു ലഹുന്ന സബീല. വല്ലദാനി യഅ്തിയാനിഹാ മിൻകും ഫആദൂഹുമാ ഫഇൻ താബാ വഅസ്ലഹാ ഫഅറിളു അൻഹുമാ ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ. സൂറത്ത് നിസായിലെ 15-16 ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത്. വല്ലാത്തി യഅ്തീനൽ ഫാഹിശത മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ആ നീചവൃത്തി ചെയ്യുന്ന സ്ത്രീകളെ ഫസ്തശ്ഹിദു അലൈഹിന്ന അർബഅത മിൻകും, അവർക്കെതിരെ സാക്ഷി പറയാൻ 4 പേരോട് ആവശ്യപ്പെടണം, നിങ്ങളിൽപ്പെട്ട 4 പേരോട്. ഫഇൻ ശഹിദു, അങ്ങനെ അവർ സാക്ഷി നിന്നാൽ ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്ത്, നിങ്ങൾ അവരെ വീടുകളിൽ പിടിച്ചു വെക്കണം, പിടിച്ചു നിർത്തണം. ഹത്താ യതവഫാഹുന്നൽ മൗത്ത്, മരണം അവരെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നത് വരെ. അല്ലെങ്കിൽ യജഅലല്ലാഹു ലഹുന്ന സബീല, അവരെ കാര്യത്തിൽ അള്ളാഹു മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടാക്കി തരുന്നത് വരെ. വല്ലദാനി യഅ്തിയാനിഹ, അത് ചെയ്യുന്നവർ, അത് ചെയ്യുന്ന 2 പേർ, എനിക്കും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആ നീചപ്രവൃത്തി ചെയ്യുന്ന 2 പേരെ ഫആദൂഹുമ, നിങ്ങളവരെ പീഡിപ്പിക്കണം, വിഷമിപ്പിക്കണം. വഇൻ താബ, അവർ പശ്ചാത്തപിക്കുകയും വാസ്ലഹ, ജീവിതം നന്നാക്കുകയും ചെയ്താൽ ഫഅറിളു അൻഹുമാ, അവരെ നിങ്ങൾ അവഗണിക്കണം, അവരെ പാട്ടിന് വിട്ടേക്കണം. അല്ലാഹു കാന തവ്വാബർ റഹീമ, അള്ളാഹു ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, ദയ കാണിക്കുന്നവനുമാണ്. സൂറത്തിന്റെ പേര് സൂറത്ത് നിസാ ആണ്. പേര് വരാൻ കാരണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വേറെ നിയമങ്ങൾ ഈ സൂറത്തിൽ വന്നിരിക്കുന്നു എന്നതാണ്. പറഞ്ഞു തുടങ്ങിയപ്പോൾ സ്ത്രീകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശം, പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ധനത്തിൽ അവർക്ക് അവകാശമുണ്ട് എന്ന കാര്യം, അതാണ് പറഞ്ഞു വെച്ചത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത്, സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് പാലിച്ചാൽ ഇന്ന പ്രയോജനമുണ്ട്, പാലിച്ചില്ലെങ്കിൽ ഇന്ന ദോഷവുമുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. ഇനി ഒരു കാര്യം പറയാൻ പോകുന്നത് ഫാഹിഷത്തിന്റെ ശിക്ഷയെ പറ്റിയാണ്. ഫാഹിഷത്ത് എന്ന വാക്ക് അറബി ഭാഷയിൽ നീച പ്രവൃത്തി, മോശമായ പ്രവൃത്തി, തോന്യാസം എന്നൊക്കെ മലയാളം പറയാം. പക്ഷെ ആ വാക്ക് ഖുർആനിൽ ആ അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. സിന, വ്യഭിചാരം എന്ന അർത്ഥത്തിനും ഖുർആൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അർത്ഥത്തിനാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ വെറും നീചവൃത്തി എന്ന അർത്ഥത്തിനല്ല, വ്യഭിചാരം എന്ന വാക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത്തി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വന്നു എന്നാണ്. ചെയ്തു എന്ന അർത്ഥത്തിനും ആ വാക്ക് വരാറുണ്ട്. വല്ലാത്തി യതീന, ചെയ്യുന്ന സ്ത്രീകൾ, അൽ ഫാഹിഷത, ആ നീചവൃത്തി. ആ നീചവൃത്തി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സിനയാണ്. ഞാൻ അതിനെ മലയാളം പറയണ്ടല്ലോ. ആ സിന എന്ന നീചവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ.
മിൻ നിസായിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ സ്ത്രീകളിൽപ്പെട്ട, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകളിൽപ്പെട്ടവർ ആരെങ്കിലും ആ തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? ആദ്യം വേണ്ടത് ഫസ്തശ്ഹിദു അലൈഹിന്ന അർബഅത മിൻകും. ഇസ്തഷ്ഹദ എന്ന് പറഞ്ഞാൽ സാക്ഷി പറയാൻ ആവശ്യപ്പെടുക എന്നാണ്. ഈ അല എന്ന വാക്ക്, ലി എന്ന വാക്കൊക്കെ അറബി ഭാഷയിൽ സാധാരണ നമുക്കറിയാം, മേൽ അല്ലെ, കിതാബ് അല താവിലത്തി എന്ന് പറഞ്ഞാൽ മേശമേലാണ്. ആ അല എന്ന വാക്കൊക്കെ അനുകൂലമായി എന്നും പ്രതികൂലമായി എന്ന അർത്ഥത്തിനും അല എന്ന വാക്കും ലി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ലി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അനുകൂലമായി എന്നും, അല എന്ന് പറയുമ്പോൾ പ്രതികൂലമായി എന്നാണ്. ഉദാഹരണത്തിന് ഹക്കമൽ ഖാലി അലയ്യ, ഖാലി വിധിച്ചത് അലയ്യ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്കെതിരായിട്ടാണ് എന്നർത്ഥം വരിക. ഹക്കമൽ ഖാലി ലി എന്ന് പറഞ്ഞാൽ ഖാലി വിധിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പൊ അത് അല എന്ന വാക്കിന് ഭാഷയിലുള്ള ഒരു സ്ഥിരമായ പ്രയോഗമാണ്. ചില പദങ്ങളുടെ കൂടെ അവ വന്നാൽ, ഇവിടെ ഇപ്പോ സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെടണം അലൈഹിന്ന എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ, അതായത് അവർ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന് സാക്ഷി നിർത്തണം. അർബഅത മിൻകും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട 4 പേര്. അതെന്താ അങ്ങനെ ആദ്യം പറയാൻ കാരണം? ഈ തരം തെറ്റ് ചെയ്യുന്ന സ്ത്രീകളോട് എന്ത് ശിക്ഷാവിധിയാണ് അല്ലെങ്കിൽ ശിക്ഷണ നടപടിയാണ് എടുക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. അത് പറയും മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞു വെക്കുന്നത്, അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വരികയാണെങ്കിൽ അത് ഒരാളുടെ മൊഴി പ്രകാരം, ഒരാളുടെ റിപ്പോർട്ട് പ്രകാരം ആ കുറ്റം സ്ഥിരീകരിക്കരുത്. പകരം ആദ്യം വേണ്ടത് ആ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുകയാണ്. സ്ഥിരപ്പെടാൻ 4 സാക്ഷികളെങ്കിലും വേണം. അപ്പൊ പറയുന്ന വ്യക്തിയുണ്ട്, ആരാണോ ഒരു സ്ത്രീയെപ്പറ്റി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എങ്കിൽ അതിൻ്റെ പുറമെ 4 സാക്ഷികൾ കൂടി ഇതേ കാര്യം ഏറ്റു പറയണം. അങ്ങനെ 4 സാക്ഷികൾ ഹാജരാക്കണം. ഇനി അതിൻ്റെ ശിക്ഷ പറയാം. ഫൈൻ ഷഹിദു, അങ്ങനെ അവർ സാക്ഷി പറഞ്ഞാൽ, 4 പേർ ഒരേപോലെ പറഞ്ഞു ഈ സ്ത്രീ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ശിക്ഷാ നടപടി? അംസിക്കു എന്നാണ്. അംസിക്ക എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നാണ്. അംസിക്കു അലൈഹിന്ന, അവരെ പിടിച്ചു വെക്കണം. ഫിൽ ബുയൂത്തി, വീടുകളിൽ, അവരെ വീട്ടു തടങ്കലിലാക്കുക എന്നർത്ഥം. പഠിക്കാൻ പോകുന്നവരാവാം, ജോലിക്ക് പോകുന്നവരാവാം, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പുറത്തു വരുന്നവരാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം സ്ത്രീകളുടെ ചുറ്റുപാടുകൾ. അപ്പൊ ആ സ്ത്രീകള് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാൻ അനുവാദം നൽകാതെ നിങ്ങളുടെ വീടുകളിൽ അവരെ തടഞ്ഞു നിർത്തണം. അല്ലെങ്കിൽ ഏതുവരെയാണ് ഇത് വേണ്ടത്? യതവഫാഹുന്നൽ മൗത്ത്, മരണം അവരെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നത് വരെ. മരണം പൂർണ്ണമായി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ അവരെ വീട്ടു തടങ്കലിൽ നിർത്തണം. അല്ലെങ്കിൽ യജഅലല്ലാഹു ലഹുന്ന സബീല, അവരെ കാര്യത്തിൽ അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കുന്നത് വരെ. ഈ ആയത്തിൽ എന്താ ഉള്ളത്? സിന എന്ന ഫാഹിഷത്ത് ഒരു സ്ത്രീ ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തി 4 സാക്ഷികളെ കൂടി ഹാജരാക്കണം, താൻ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ. അങ്ങനെ 4 സാക്ഷികൾ കൂടി ഹാജരാക്കി ഈ പെണ്ണ് ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ അവളോട് കാണിക്കേണ്ട ശിക്ഷാ നടപടി ഇതാണ്: അവളെ പുറത്തു പോകാൻ സമ്മതിക്കാതെ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും വീടുകളിൽ പിടിച്ചു വെക്കുക, പുറത്തു പോകാൻ അനുവാദം കൊടുക്കാതിരിക്കുക. അത് ഏത് കാലം വരെ? ഒന്നുകിൽ ആ വിധത്തിൽ അവളങ്ങ് മരിച്ച് പിരിയുന്നത് വരെ നീണ്ടു നിൽക്കണം ആ ശിക്ഷ, അല്ലെങ്കിൽ അവളുടെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഒരു തീരുമാനം ആകുന്നത് വരെ. അവിടെ 1-2 വാക്കുകൾ കൂടി ഞാൻ ഇനിയും പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു.
എന്താന്ന് പറഞ്ഞാല് തവഫ യതവഫ എന്ന വാക്ക്, തൂഫിയ എന്ന വാക്കൊക്കെ മരിച്ചു എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് തൂഫിയ സാധാരണ ഭാഷയിൽ, സാഹിത്യ അറബി ഭാഷയിൽ. പക്ഷെ തവഫ യതവഫാഹു യതവഫ എന്ന് പറയുന്ന വാക്കിന്റെ കൃത്യമായ അർത്ഥം പൂർണ്ണമായി ഏറ്റെടുക്കുക എന്നാണ്. പൂർണ്ണമായി ഏറ്റെടുക്കുക. അപ്പൊ മരണം ഒരു പൂർണ്ണമായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഏറ്റെടുക്കലാണ്, തീരുകയാണ് ഇവിടുത്തെ ജീവിതം. അതുകൊണ്ടാണ് തൂഫിയ, പൂർണ്ണമായി ഏറ്റെടുക്കപ്പെട്ടു അഥവാ മരണപ്പെട്ടു എന്നതിന് ആ വാക്ക് അറബിയിൽ ഉപയോഗിക്കുന്നത്. നമുക്കത് കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ, സൂറത്ത് ആൽ ഇംറാനിൽ. അപ്പൊ യതവഫാഹുനൽ മൗത്ത്, മരണം അവരെ മരിപ്പിക്കുന്നവരെ എന്ന് പറയാൻ കഴിയില്ലല്ലോ, മരണം അവരെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നത് വരെ. യജ്അലല്ലാഹു ലഹുന്ന സബീലൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കുന്നത് വരെ എന്ന് പറഞ്ഞാല് എന്താവാം, അള്ളാഹുവിൻ്റെ മറ്റെന്തെങ്കിലും ഒരു വിധി ഈ വിഷയത്തിൽ വരുന്നത് വരെ എന്നാവാം. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥമെന്ന് തോന്നിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്ത്, ഈ ഇത്തരം തെറ്റ് ചെയ്യുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ എന്ത് ശിക്ഷയാണ് വേണ്ടത് എന്ന വിധി പിന്നീട് വരുന്നുണ്ട് ഈ ആയത്തിന്റെ ശേഷം. ആ വിധി സൂറത്തു നൂറിലാണുള്ളത്. ആ വിധി പഠിപ്പിക്കും മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് ജഅലല്ലാഹു ലഹുന്ന സബീലൻ, അള്ളാഹു സൂറത്തു നിസായിൽ പറഞ്ഞില്ല അവരെ കാര്യത്തിൽ ഒരു മാർഗം ഉണ്ടാക്കുന്നത് വരെ, അള്ളാഹു ഉണ്ടാക്കുന്നത് വരെ ആ മാർഗം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് ആളുകൾക്ക് ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആയത്ത് പഠിപ്പിക്കുന്നതോടുകൂടി ഈ ഒരു വാദവും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് സൂറത്തു നിസായിൽ ഈ വിഷയകമായി പറഞ്ഞിരിക്കുന്നത്? സൂറത്തു നിസായിൽ പറഞ്ഞിരിക്കുന്നത് അസ്സാനി വസ്സാനിയത്തു ഫജ്ലിദു കുല്ലവാഹിദും മിൻഹുമാ മിഅത ജൽദത്തിൻ. ഈ സിന എന്ന തെറ്റ് ചെയ്യുന്ന പുരുഷനായിരുന്നാലും ശരി, സ്ത്രീ ആയിരുന്നാലും ശരി, അവരെ രണ്ടുപേരെയും 100 അടി വീതം അടിക്കണം എന്നതാണ് വിധി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന വിശദീകരണമുണ്ട്. അതെന്താണ് ആ വിശദീകരണം? ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഈ 100 അടി എന്ന് പറയുന്നത് അവിവാഹിതരെ സംബന്ധിച്ചിടത്തോളമാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും അവിവാഹിതരായ ഒരാളാണ്, ഒരു പുരുഷനാണ്, അല്ലെങ്കിൽ അവിവാഹിതയായ ഒരു സ്ത്രീയാണ് ഇത് ചെയ്തതെങ്കിൽ അവരെ 100 അടിക്കുകയാണ് വേണ്ടത്. എന്നാൽ അവൻ അല്ലെങ്കിൽ അവൾ വിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹിതയാണെങ്കിൽ അവർക്ക് റജുമാണ് ശിക്ഷ, എറിഞ്ഞു കൊല്ലുകയാണ് ശിക്ഷ എന്ന് സഹിഹായ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് 2-3 സന്ദർഭങ്ങളിൽ ഇതേ വിധത്തിൽ സ്ത്രീകളെ എറിഞ്ഞു കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരാളോ രണ്ടാളോ ഉദ്ധരിക്കുന്ന ഹദീസുകളല്ല, ഒരുപാട് പേരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളാണ്. അള്ളാഹു മേലെ ആയത്തിൽ പറഞ്ഞ വാചകം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ്? വമൻ യുതിഇല്ലാഹ വ റസൂലഹു, അള്ളാഹു പറഞ്ഞത് മാത്രം അനുസരിക്കുക എന്നല്ല, അള്ളാഹുവിന്റെ അള്ളാഹു പറഞ്ഞതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും അനുസരിക്കണമെന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ, അള്ളാഹു പറഞ്ഞ് ഖുർആനിൽ പറഞ്ഞതിൽ ഉപരിയായി അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകാൻ സാധ്യതയുണ്ട്. അതുകൂടി നിങ്ങൾ പാലിക്കേണ്ടതാണ് എല്ലാ കാര്യത്തിലും എന്നാണ് അള്ളാഹു പറഞ്ഞു വെച്ചത്. ആ നിലക്ക് ആ സഹിയായ ഹദീസുകൾ സ്വീകരിക്കാം, നമ്മുടെ ബാധ്യസ്ഥരാണ്. ഒരു ഹദീസ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സംഭവം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സനത്, ഓക്കെ, ഒരു സനത് മാത്രമായി പിന്നെ തീരുന്ന ഒരു സനത് കൊണ്ട് മാത്രമായി വരുന്ന വിഷയമല്ല എന്ന് തിരിച്ചറിയാം. അല്ല അത് അതിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാകും. പിന്നെ ഉണ്ടാകാവുന്ന ഒരു ചോദ്യമുണ്ട്, എന്തേ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ഖുർആനിൽ പറയാതെ
അത് വിശദീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്ന് വിശദീ പിന്നെ ചോദ്യങ്ങളുണ്ടാവും. പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ദീൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പോ സൂറത്തുൽ ബഖറയില് ഹജ്ജുമായി ബന്ധപ്പെട്ട സമയത്ത് ഉദാഹരണങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വേഗം ഓർമ്മയിൽ കടന്നു വരുന്നതായതുകൊണ്ടാണ്. പിന്നെ സഫയും മറുവയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ആ സഫയിലും മറുവയിലും ഹജ്ജും ഉംറയും ചെയ്യുന്ന ആളുകൾക്ക് സഫയിലും മറുവയിലും തവാഫ് ചെയ്യുന്നതിന് കുറ്റമില്ല എന്നാണ് വിശുദ്ധ ഖുർആന്റെ വചനം. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖുർആനിൽ നിന്നും ദീനിൽ നിന്നും എന്ത് സഫയിലും കടയിലും മറുവക്കടയിലും തവാഫ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഓടുകയാണ് ചെയ്യുന്നത്, സഅയാണ്. പക്ഷെ സഅയ് എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ചിട്ടില്ല, തവാഫ് എന്നാ ഉപയോഗിച്ചത്, വലിയ തവാഫ്. ഇനി ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഓടുന്നതിന് തെറ്റില്ല എന്നാണ്. പക്ഷെ സത്യത്തിൽ സഫ മറുവക്കടയിൽ ഓടുക എന്നത് ഹജ്ജിന്റെയും ഉംറയുടെയും ഒരു റുക്കിനാണ്, നിർബന്ധ ഘടകമാണ്. അതൊക്കെ ഇവിടുന്ന് കിട്ടി. ആ വിശദീകരണങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ് എന്ന വിശദീകരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നൽകുന്നത്. അതുപോലെ തന്നെ വേഗം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഖുർആനില് സൂറത്തുൽ മാഇദയില് പിന്നെ ഒരുപാടുണ്ട് അങ്ങനെ പറയാം. അത് മാത്രം പറയാൻ നിന്നാൽ തന്നെ ഒരു മണിക്കൂറൊന്നും മതിയാവില്ല. സൂറത്തുൽ മാഇദയില് ഇതാ കുന്തും ഇല സ്വലാത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉളു എടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഉളു എടുക്കേണ്ടത് എന്ന്. 3 തവണ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉളുവിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ വിഷയം എന്താന്ന് പറഞ്ഞാല് സൂറത്തുൽ മാഇദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഇറങ്ങുന്നതാ. അവസാനം എന്ന് പറഞ്ഞാൽ മരിക്കണേന്റെ 1 മാസം 2 മാസം ഒന്നും പറഞ്ഞുകൂടാ. 1 വർഷമോ 2 വർഷം ആ സമയത്താണ്. പക്ഷെ അതിനു മുമ്പ് അവർ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ലേ? അല്ല, നോമ്പ് എന്നാ പറഞ്ഞത്, ഒന്നും എടുക്കാറുണ്ടായിരുന്നില്ലേ? എടുക്കാറുണ്ടായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകി ഉളു എങ്ങനെയാണ് എടുക്കേണ്ടത്, ആയത്തായിട്ടല്ല, അള്ളാഹിന്റെ വഹിയായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിച്ചു, സ്വയം ചെയ്തു, സഹാബികൾക്ക് ചെയ്ത് കാണിച്ചു. അങ്ങനെ വർഷങ്ങളോളം അവർ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒടുവിൽ ഒരു കവറിംഗ് ലെറ്റർ പോലെ, അങ്ങനെ അയക്കാറില്ല ഓഫീസുകളിലൊക്കെ, അതുപോലെ അള്ളാഹു ഒരു ആയത്ത് ഇറക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന്. അപ്പൊ അതിനു മുമ്പ് അവർ ചെയ്തതോ ആയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അറിയാം നിങ്ങൾക്ക്, അൽബക്കറ പഠിച്ചവർക്ക്, ആദ്യത്തെ ഖിബില ബൈത്തുൽ മുഖദ്ദസ് ആണ്. പക്ഷെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയണമെന്ന ഒരായത്തും ഇവിടെ ഇല്ല, ഖുർആനിലില്ല. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയുന്നത് മാറിയിട്ട് കഅബയിലേക്ക് മാറണം എന്ന് പറയുന്ന കൽപ്പന ഉണ്ട് താനും. അപ്പൊ പിന്നെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബികളോടൊപ്പം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞത്? തന്റെ ഇഷ്ടപ്രകാരമാവോ? അതൊരിക്കലും ചെയ്യില്ല. ചെയ്യില്ലെന്ന് ഖുർആനും പറഞ്ഞാണ്. അപ്പൊ അള്ളാഹിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു, വഹി ഉണ്ടായിരുന്നു. ആ വഹി ഖുർആനാണോ? അല്ല. ആ വഹി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ നിർദ്ദേശമാണ് ഈ വ്യഭിചരിക്കുന്നവൻ, സിന ചെയ്യുന്നവൻ വിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹിതയാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത് എന്ന്. ഈ സംഭവം അത് പ്രാവർത്തികമാക്കിയ സന്ദർഭങ്ങൾ 2-3 ഉണ്ട്. ആ സന്ദർഭങ്ങൾക്ക് സാക്ഷികളാവുന്നത് ഒരു സഹാബിയോ 2 സഹാബിയോ ഒന്നുമല്ല, ഒരുപാട് സഹാബികളാണ്. അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒരുപാട് സഹാബികളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത് ആ നിലയ്ക്ക് സ്ഥിരപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഒരായത്ത് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഖുർആൻ ആ ആയത്തിനെ വേറെ എവിടെയെങ്കിലും അതേ കാര്യത്തെ വിശദീകരിച്ചിട്ടുണ്ടോ എന്നാണ്. ഇല്ല. പിന്നെ ഖുർആൻ പറഞ്ഞ ഒരു വിധി ഇവിടെയാണ്. പക്ഷെ ഇവിടെ വിവാഹിതനാണോ അവിവാഹിതനാണോ അങ്ങനത്തെ വിഷയങ്ങളിലേക്കൊന്നും പോവാതെ അവരെ നിങ്ങൾ വീടുകളിൽ തടഞ്ഞു നിർത്തണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വീട്ടുതടങ്കലിൽ വെക്കണം എന്ന വിധി മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ആ ആയത്തിറങ്ങുന്നതിനോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്, അവരെ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ എന്നതിലേക്ക്
ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജഅലല്ലാഹു അലൈഹിന്ന സബീല, അവരുടെ കാര്യത്തിൽ ഫീഹിന്ന സബീല, അവരുടെ കാര്യത്തിൽ അള്ളാഹു ഒരു മാർഗം ഉണ്ടാക്കിയിരിക്കുന്നു, ഇതാണ് ആ മാർഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തു നൂറിൽ ആയത്തുകൾ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തത്. അപ്പോ സിന ചെയ്യുന്ന വ്യക്തിയോടുള്ള ആദ്യത്തെ കൽപ്പന അവളെ വീട്ടുതടങ്കലിൽ നിർത്തുക എന്നതാണ്. അടുത്ത ആയത്തിൽ ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ആദ്യത്തെ കൽപ്പന. ഇനി ബാക്കി ഭാഗങ്ങൾ പറയും മുമ്പേ നിങ്ങളെ ശ്രദ്ധ വരേണ്ട ഒരു ഭാഗം പറയാം. സംശയം ചോദിച്ചിട്ടുണ്ട്, ഞാൻ അവിടേക്ക് വരാം. പിന്നെ ഇനി നമ്മുടെ ശ്രദ്ധ വരേണ്ട ഒരു ഭാഗം എന്താന്ന് പറഞ്ഞാല്, പിന്നെ എന്തായിരുന്നു, ഈ വിധി ഇന്ന് നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് പ്രായോഗികതയില്ല, കാലഹരണപ്പെട്ടു, അല്ലെങ്കിൽ സാങ്കേതികമായി പറഞ്ഞാൽ നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല. അതാണ് ഖുർആനിന്റെ ഒരു അത്ഭുതം. കാരണം എന്തുകൊണ്ട്? പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പോലെ ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു മുസ്ലിം ഭരണത്തിന് കീഴിൽ അല്ലാതെ മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാലോ. അവിടങ്ങളിൽ ഖുർആൻ അവിവാഹിതരാണെങ്കിൽ ഇവരെ അടിക്കണമെന്ന് പറഞ്ഞ കൽപ്പന നടപ്പിലാക്കാൻ പറ്റുമോ? പറ്റില്ല. അവർ വിവാഹിതരാണെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്ന് ഹദീസുകളിൽ വന്ന കൽപ്പന പാലിക്കാൻ പറ്റുമോ? നടപ്പിലാക്കാൻ പറ്റില്ല. പിന്നെ എന്തേ നിവൃത്തിയുള്ളൂ? അവിടെയാണ് ഈ ആയത്തിന്റെ പ്രസക്തി നിലനിൽക്കുന്നത്. അവർ ആ തെറ്റ് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ എന്തായിരുന്നുവോ ആ സാഹചര്യങ്ങൾക്ക് വിഘ്നം വരുത്തുക. നിങ്ങളെ നിയന്ത്രണത്തിൽ, നിങ്ങളെ മേൽനോട്ടത്തിൽ, നിങ്ങളെ നിരീക്ഷണത്തിൽ, നിങ്ങളെ വീടുകളിൽ തടഞ്ഞു നിർത്തുക. പഠിക്കാൻ പോയതിന്റെ പേരിലാണ് ഈ തരം തെറ്റുകൾക്ക് പഴുതുണ്ടായതെങ്കിൽ പഠിക്കാൻ പോകണ്ട. ജോലിക്ക് പോയതിന്റെ പേരിലാണെങ്കിൽ ജോലിക്ക് പോവണ്ട. ബിസിനസ് ആവശ്യത്തിന് ടൂറ് പോയിട്ടാണ് സംഭവിച്ചെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് പോകേണ്ടതില്ല, വീട്ടു തടങ്കലിൽ നിർത്തുക. ഏതുവരെ? ഒന്നുകിൽ ആ നിലയ്ക്ക് തന്നെ ആ തരം സ്ത്രീകൾ മരിച്ച് പിരിയണം. അതെന്താ അങ്ങനെ ഇത്ര ക്രൂരതയല്ലത്. ഈ വിഷയത്തില് അല്പം ഒരു പിന്നെ വിട്ടുവീഴ്ച, ഗൗരവക്കുറവ് കാണിച്ചാല് ഇത് വളരെ പെട്ടെന്ന് പടരുന്ന ഒരു അസുഖമാണ് സമൂഹത്തിലാകെ. ഞാനിപ്പോ അതിനൊന്നും കൂടുതൽ ഉപന്യസിക്കേണ്ട കാര്യമില്ലല്ലോ. വളരെ പെട്ടെന്ന് ഈ തരം തെറ്റുകൾ, ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഏറ്റവും അധികം വ്യാപിക്കുന്ന പാപം എന്താന്ന് ചോദിച്ചാൽ ക്ലാസ് ഒന്ന് പുറത്തു പോയല്ല, നിങ്ങളെ ചിന്തകളെ തകരാറ് നോക്കൂല. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വ്യാപിക്കുന്ന തെറ്റെന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ശിർക്ക് എന്നാണ്. പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത, ഒരു അത്ഭുതം, അത് തെറ്റാന്ന് പലർക്കും തോന്നുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടലും പ്രാർത്ഥിക്കലും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റെന്താണ് സമൂഹങ്ങളിൽ? പൊതുവെ ലോകത്തൊക്കെ ഏത് കാലത്തായിരുന്നാലും നമ്മൾ അറിവ് വെച്ചുകൊണ്ട് പറയാം, മദ്യമാണ്, ലഹരിയാണ്. പൊതുവെ ആളുകൾ ഇതിന്റെ പിറകെ പോകും. അതുപോലെ വ്യാപിക്കുന്ന ഒരു തെറ്റാണ് ലൈംഗികപരമായ കുറ്റങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇതിന് സമൂഹത്തിലൊരു അംഗീകാരം ഉണ്ടാവുക, സമൂഹം അതിന്റെ ഗൗരവം കുറച്ച് കാണുക എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ വളരെ പെട്ടെന്ന് വേരോടാനും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് വരെ എത്തിപ്പെടാനും കഴിയും. ഞാനിപ്പോ അതിന്റെ പത്രങ്ങളിൽ വന്ന ഉദാഹരണങ്ങൾ പറയാൻ നിന്ന അത് പ്രായോഗികമല്ല, കാരണം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. 8ലും 9ലും 5ലും 6ലും പഠിക്കുന്ന പെൺകുട്ടികൾ മുതൽക്ക് വ്യത്യസ്ത പ്രായങ്ങളിലുള്ള കുട്ടികളും, പിന്നെ അങ്ങോട്ട് പോയിട്ട് 60ലും 50ലും 60ലും എത്തിയവരും, ഭർത്താക്കന്മാരുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഈ തെറ്റിന്റെ പിറകെയാണ് നമ്മുടെ നാട്ടിലൊക്കെ. ആ തെറ്റ് നേർക്ക് നേരെ പറഞ്ഞും അംഗീകരിച്ചും ചെയ്യുന്നവര്, അല്ലെങ്കിൽ ആ തെറ്റിനോട് അനുബന്ധമായ മറ്റ് തെറ്റുകളിൽ പെട്ടിട്ട് പിടിക്കപ്പെടുന്നവര്. പത്രം നോക്കാൻ വയ്യ, വാർത്തകൾ കേൾക്കാൻ വയ്യ. ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിലൊക്കെ പലപ്പോഴും ഇതൊക്കെ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ നാട് ഇങ്ങനെ ആയത്? എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 3ാം ക്ലാസ്സിലും 4ലൊക്കെ പഠിക്കുമ്പോൾ ഗുണഗോഷ്ടം, അതായത് ഗുണനപ്പട്ടിക, അത് പഠിക്കാതെ വന്നാൽ അധ്യാപകൻ നൽകിയ ശിക്ഷ, അല്ലെങ്കിൽ നൽകുമെന്ന് പേടിപ്പിച്ച ശിക്ഷ എന്താണെന്നറിയോ?
പഠിച്ചു വന്നില്ലെങ്കിൽ എന്നെ നാളെ പെൺകുട്ടികളെ ബെഞ്ചിലിരുത്തുന്ന. സത്യമായിട്ട് ഞാൻ കുറെ ഗുണകാംക്ഷത്തിന് കുറെ ഭാഗം പഠിച്ചത് അത് പേടിച്ചിട്ടാ. ഞാനല്ല, എൻ്റെ പ്രായത്തിലുള്ള ഞങ്ങൾ കുറെ ആൾക്കാര് അത്രക്കൊരു നാണക്കേടായിട്ടാണ് അത് കണ്ടിരുന്നത്. പെൺകുട്ടികളോടും പറയില്ലേ, ഇത് പഠിച്ചു വന്നില്ല എന്നെ ആൺകുട്ടികളെ ബെഞ്ചുമേൽ ഇരുത്തും. ആൺകുട്ടിയെ പെൺകുട്ടിയുടെ 3-ാം ക്ലാസ്സിലാണ് ഇപ്പോൾ 8 വയസ്സ് ബെഞ്ചിലിരുത്തിയ ഒരു പെൺകുട്ടിയെ ആൺകുട്ടികളെ ബെഞ്ചിലിരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു മാനക്കേടായി കുട്ടികൾക്ക് വരെ തോന്നിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് വന്ന് നമ്മുടെ സമൂഹം വളരെ എല്ലാ മുസ്ലിങ്ങൾ മാത്രമേ അല്ലാത്തവരും അതൊരു വൃത്തികെട്ട പരിപാടിയായിട്ടൊരു ബോധം അങ്ങനെ നിലനിന്നിരുന്നു. ആവശ്യങ്ങൾക്ക് ഇടപഴകേണ്ടി വരുമെന്നല്ലാതെ അതൊരു എന്താ പറയാ, അതിന് കുറെ വാക്കുകളുണ്ടല്ലോ, ക്ലാസ്സിൽ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. ആ വശങ്ങളിലേക്ക് നീ പോകാൻ പാടില്ല. പക്ഷെ പിന്നെ ഞാൻ പോയതുകൊണ്ട് സംഭവിച്ചത് അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഗൾഫ് ജീവിതത്തിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, എൻ്റെ ഒരു ഗ്രാമമാണ്. അവിടെ ചില ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നിർബാധമായി ഇങ്ങനെ നിന്നിട്ട് പുറങ്ങാടിയുടെ ഒരു വശത്ത് അവിടെ നിന്നിട്ട് സംസാരിക്കുന്നത് കണ്ടു. അപ്പൊ കുട്ടികളെ നമുക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, ആ കുട്ടിയുടെ ആരെങ്കിലും ആണോ അത്? അല്ല, ആരുമല്ല. എന്നിട്ട് ആ കുട്ടിയുടെ ഉപ്പയല്ല അപ്പുറം നിൽക്കുന്നത്, മൂത്താപ്പയല്ല ഇപ്പുറം നിൽക്കുന്നത്, അമ്മാമയല്ല ഇപ്പുറം നിൽക്കുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ഭയപ്പാടില്ലാതെ സംസാരിക്കുന്നത്. നിനക്കെന്താ അറിയാ, കാലം മാറി, എല്ലാം മാറി. അതൊന്നും ആരും ശ്രദ്ധിക്കാനും പോവില്ല, ആരൊന്നും പറയൂല. ഇനി പറഞ്ഞാൽ തന്നെ ആ മക്കൾ കേട്ടോളൊന്നുമില്ല എന്ന് പറയുന്ന ഒരു രംഗമുണ്ടായി. എൻ്റെ എന്നെ ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ ഷോക്ക് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. പിന്നെ അതിൻ്റെ എല്ലാ തലങ്ങളെപ്പറ്റിയും വശങ്ങളെപ്പറ്റിയും അറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. സ്ഥാപനങ്ങളിലൂടെ ആയാലും പൊതുജീവിതത്തിലൂടെ ആയിരുന്നാലും ഇന്നിപ്പോൾ ഇതൊരു വിഷയമല്ലാതായി മാറി. ഇതൊരു വിഷയമല്ലാതായി മാറി. കേരളത്തിലെ ഒരു ചാനലിന് ഞാൻ പരസ്യം ഉണ്ടാക്കണ്ടായില്ലല്ലോ. ഒരു ഇപ്പൊ പറഞ്ഞ കണക്കിനാണെങ്കിൽ 10-12 കൊല്ലമായി കാണും. ഒരു ചർച്ച സംഘടിപ്പിച്ചത്. അതെന്താന്ന് പറഞ്ഞാൽ 40 വയസ്സ് പെണ്ണുങ്ങൾക്ക് ഒരു ചർച്ചയിൽ തീരുമാനിച്ച കാര്യം പറയാം. 40 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് സ്വന്തം ഭർത്താവല്ലാത്ത മറ്റൊരാൾ കൂടി ഒരു സഹകരണം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി എടുത്തൊരു തീരുമാനം എന്താന്ന് പറഞ്ഞാൽ ഭാര്യമാരെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ പരസ്പരം സമ്മതിക്കണം. അതാണ് ഇതിൻ്റെയൊക്കെ രീതി എന്നെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് പറയാൻ അറപ്പുള്ള വൃത്തികെട്ട ഒരു സംഗതിയാണത് എന്നതുകൊണ്ട് തന്നെ ആ വശം നീട്ടുന്നില്ല ഞാൻ. അപ്പൊ അവിടെ ആ ഒരു മേഖലയ്ക്ക് പൂർണ്ണമായ തടസ്സമുണ്ടാക്കണം എന്ന വിധത്തിലാണ് ഖുർആൻ ഈ പറഞ്ഞു വെച്ചത്. അവരെ തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനമെടുക്കുന്നത് വരെ. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കുള്ള സ്ഥായിയായ ശിക്ഷാവിധി വരിക എന്ന് മാത്രമല്ല. അതും അതിൽ പെട്ടതാണ്. കാരണം റൂളിംഗ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അതും അതിൽ പെട്ടതാണ്. പിന്നെ എന്താണ് ഒരു മാർഗം? അവർ താമസിക്കുന്ന ദിക്കിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും താമസം മാറിപ്പോവുക. എവിടെയാണോ അവർ പെരുമാറി വന്നത്, നിങ്ങൾ പറയും ഇപ്പോഴത്തെ കാലത്ത് മൊബൈലും മറ്റു സൗകര്യങ്ങളും എടുത്ത് അതുകൊണ്ട് ഉപകാരമൊന്നുമില്ലല്ലോ എന്നൊക്കെ. അതൊന്നും ശ്രദ്ധിക്കാതെയല്ല ഞാൻ പറയുന്നത്. ആ ഏരിയയും ആ സർക്കംസ്റ്റൻസിൽ നിന്നും മാറിപ്പോകുന്ന ഒരു സാഹചര്യം വരിക. അപ്പൊ ഈ തെറ്റുകൾക്ക് കുറേയേറെ നിയന്ത്രണങ്ങൾ കിട്ടും. മറ്റൊന്ന്, ആ സ്ത്രീയെ മറ്റാരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറാവുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ പെണ്ണിന്റെ ജീവിതത്തിൽ, പക്ഷെ ഇവള് നന്നായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അവളെ ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന്. അപ്പൊ ഇതൊരു മാർഗമാണ്. അല്ലെങ്കിൽ അവളെ തീരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ വീട്ടുതടങ്കലിൽ നിയന്ത്രിച്ച് നിർത്തുക എന്നതാണ്. ഞാൻ പറഞ്ഞത് സൂറത്തുൻ നൂറിൽ അവിവാഹിതനായ പുരുഷനും അവിവാഹിതയായ സ്ത്രീയും സിന ചെയ്യുകയാണെങ്കിൽ അവരെ 100 അടി അടിക്കേണ്ടതാണ് എന്ന കൽപ്പന വന്നു. ഇവനും ഇവളോ വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലേണ്ടതാണ് എന്ന കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയും ചെയ്തു. എന്നോട് ചോദിച്ച ഒരു ചോദ്യം, പല സ്കോളേഴ്സും ഇത് എറിഞ്ഞു കൊല്ലുക എന്ന വിഷയത്തെ അംഗീകരിക്കാത്തവരായിട്ടുണ്ടല്ലോ എന്നതാണ്. ദീനിൽ 1400 ചില്ലാനും വർഷങ്ങൾ കഴിഞ്ഞു ദീനിന്. നമ്മളിപ്പോ നിൽക്കുന്ന, ഞാൻ നേരത്തെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, 1447 നിൽക്കുന്നത്. ഹിജ്റയുടെ പിന്നെ ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള സന്ദർഭങ്ങളിലാണ് സൂറത്ത് നിസായിന്റെ അവതരണത്തിന്റെ ആരംഭം. എല്ലാം കൂടിയ സമയത്ത് എന്നല്ല, ഒക്കെ റിപ്പോർട്ടുകളിൽ കാണുമ്പോൾ
ഏതാണ്ട് ഒരു 1440 കൊല്ലമായി ഈ ആയത്ത് ദുനിയാവിൽ നിലനിൽക്കാൻ തുടങ്ങിയിട്ട്. ദീനിനോട് കൂറുള്ളവരും ദീനിനെ വിമർശിക്കുന്നവരുമായ പല ചിന്താഗതിയുടെ ആളുകൾ മുസ്ലിം ലോകത്ത് വരികയും അവരൊക്കെയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ എഴുതുകയും അതൊരു റൂട്ട്, ഒരു വഴി. മറ്റൊന്ന്, കർമ്മശാസ്ത്രമായ വിഷയങ്ങളിലെ വ്യത്യസ്ത മദ്ഹബുകളിൽ നിരന്നുകൊണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ എഴുതപ്പെടുകയും അവയൊക്കെയും ഗ്രന്ഥങ്ങളിൽ നിറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എടുത്തു നോക്കിയാൽ നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം ഏത് സ്കോളേഴ്സ് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല. അയാൾ സ്കോളറാണോ അല്ലോ എന്ന് നിങ്ങളെ വിമർശിക്കുകയല്ല, നമ്മൾ അറിയേണ്ട ഒരു കാര്യം പറയാണ്. നമുക്ക് നോക്കാനുള്ളത് ആ ആയത്തിന് അള്ളാഹു വേറെ എവിടെയെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ എന്നാണ്. അള്ളാഹു വിശദീകരിച്ചു. എന്താ പറഞ്ഞത്? ഈ തെറ്റ് ചെയ്യുന്നത് ഒരു അടിമ സ്ത്രീയാണെങ്കിൽ പാതി ശിക്ഷയാണ് അവൾക്ക് കൊടുക്കേണ്ടത് എന്ന്. പകുതി ശിക്ഷ, ഒരു സ്വതന്ത്ര സ്ത്രീയുടെ ശിക്ഷയുടെ പകുതിയാണ് കൊടുക്കേണ്ടത് എന്ന്. എന്താണ് ഖുർആൻ അത് പറയാനുള്ള അർഹത എന്നറിയോ നിങ്ങൾക്ക്? ഖുർആനിൽ എറിഞ്ഞു കൊല്ലുക എന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഖുർആനിൽ എറിഞ്ഞു കൊല്ലുക എന്ന കാര്യം അള്ളാഹു ഒരിടത്ത് പറഞ്ഞതിന് ശേഷം അടിമകളാണെങ്കിൽ സ്വതന്ത്രകളുടെ ശിക്ഷയുടെ പാതിയാണ് എന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? പാതിയായിട്ട് ഒരാൾ എറിഞ്ഞു കൊല്ലുന്നത് നിർത്താൻ പറ്റൂല, ഒന്നായിട്ടേ കൊല്ലാൻ പറ്റുള്ളൂ. അതിന് പകുതിയാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ആ വിധി പിന്നീടാ വരുന്നത്. ഏത്? തെറ്റ് ചെയ്യുന്നത് അടിമകളാണെങ്കിൽ സ്വതന്ത്രന്മാരുടെ ശിക്ഷയുടെ പകുതിയാണ് അവർക്കുള്ളത് എന്ന വിധി വരുന്നത് പിന്നെയാണ്. അപ്പൊ അതിനു മുമ്പ് വ്യഭിചാരത്തിന്റെ ശിക്ഷയെ പറ്റി പറഞ്ഞു 100 അടിയാണ് എന്ന് വെച്ചാൽ അടിമകളാണെങ്കിൽ അവർക്ക് 50 അടിയേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിശദീകരണം ഖുർആൻ നൽകിയിട്ടുണ്ട്. പിന്നെ ഖുർആൻ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്താന്ന് പറഞ്ഞാൽ, ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതുകൊണ്ടാ പറയുന്നത്, ഒരു നല്ല മാന്യമായി ജീവിക്കുന്ന ഒരു പെണ്ണിനെ പറ്റി, ഏത് പെണ്ണിനെ പറ്റി ആയാലും അവൾ സിന ചെയ്തു എന്ന് പറയുന്ന വ്യക്തി 4 സാക്ഷികളെ ഹാജരാക്കണം. 4 സാക്ഷികളെ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സത്യവും വാസ്തവമാണെങ്കിൽ പോലും ഈ പറഞ്ഞ വ്യക്തിക്ക് 80 അടി കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടതാണ്, അയാൾ ദൃക്സാക്ഷിയാണ്, ആ പുരുഷനോ സ്ത്രീയോ സിന ചെയ്യുന്നത് കണ്ടു എങ്കിൽ പോലും തന്നോടൊപ്പം ഇത് കണ്ട 4 പേരെ കൂടി ഉത്തരവാദപ്പെട്ട സ്ഥലത്ത് ഹാജരാക്കാൻ അയാളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അയാൾ ഈ കാര്യം മിണ്ടാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ വിധി. അത്ഭുതവും ഒരുതരം അപരിചിത്വം ഒക്കെ തോന്നുന്നൊരു നിയമം പോലെ തോന്നുന്നു. ഇതെന്താണ്, തെറ്റിന് പിന്തുണ നൽകുകയാണോ? അല്ല. മനുഷ്യരിൽ ഈ തെറ്റുകൾ ഉണ്ടാവുകയും അത് സംഭവിക്കുകയും ചെയ്യും. അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതേസമയം സമൂഹത്തിനുള്ളിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാനം, അഭിമാനം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഒരു പുരുഷനോ സ്ത്രീയോ ഈ തെറ്റ്, വിവാഹിതനാവട്ടെ അവിവാഹിതനാവട്ടെ, ആരെങ്കിലും ഈ തെറ്റ് ചെയ്താൽ അത് പരസ്യമാക്കപ്പെടുമ്പോൾ മാനം നഷ്ടപ്പെടുന്നത് ആ ചെയ്ത വ്യക്തികൾക്ക് മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾ, ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ, ഇവർക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുജനങ്ങൾക്ക്, നമുക്കൊക്കെ അങ്ങനെ വലിയൊരു വൃത്തമുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ എണ്ണം കൂടിയാലും കുറഞ്ഞാലും ശരി, അവർ കേരളത്തിന്റെ പല ഭാഗത്ത് അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്താണ് ജീവിക്കുന്നത്. അവരുടെ കാതുകളിലേക്കൊക്കെ എത്തുമ്പോഴുണ്ടാകുന്ന, അവരാരും ഇത് കേട്ട് സന്തോഷിക്കില്ല. സന്തോഷിക്കുമോ? നമ്മളെ കുടുംബത്തിലെ എക്സ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന 2 പേർ ഏതോ 2 കേസുകൾ ഇങ്ങനെ പെട്ടതാണെന്ന് പറഞ്ഞാൽ, അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ആ ഒരു തെറ്റ് വ്യക്തികൾ ചെയ്തത് മൂടിവെക്കപ്പെട്ടത് കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യമുണ്ട്. ആ ദൂഷ്യത്തെക്കാൾ ഏറെ ദൂഷ്യമാണ് സാക്ഷികളില്ലാത്ത വിധം ഇത് പ്രചരിപ്പിക്കപ്പെടുമ്പോഴുണ്ടാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രചരണം, പബ്ലിസിറ്റി, അത് നിയന്ത്രിച്ചു. 4 സാക്ഷികൾ മാത്രമുണ്ടെങ്കിൽ ഇത് പറയാൻ പാടുള്ളൂ. അതാണ് അവിടെ ചെയ്തത്. അവിടെ മറ്റൊരു വിഷയം കൂടി നമ്മൾ പിന്നെ ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ വന്ന് ഒരു സഹാബി സ്ത്രീ പറയുന്നുണ്ട്, പ്രവാചകരെ, എന്നെ ശുദ്ധീകരിക്കുക. ഈ ക്ലാസ് കേൾക്കുന്നവർക്കൊക്കെ അറിയുന്ന കാര്യമാണത്. ഞാൻ തെറ്റ് ചെയ്തു പോയി, സിന ചെയ്തു പോയി, എന്നെ ശുദ്ധീകരിക്കുക എന്നാണ്. അതിന്റെ ബാക്കിയിൽ ആ സ്ത്രീയെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു എന്നതാണ്.
പക്ഷെ അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീയോട് ചോദിച്ചില്ല ആരാണ് അവൻ എന്ന്. ഒരിക്കലും ഒറ്റക്ക് നടക്കുന്ന ഒരു തെറ്റല്ലല്ലോ ഇത്. അവൻ ആരാടി, അവന്റെ പേര് പറയടി എന്ന് അന്വേഷിക്കാനോ ചോദിക്കാൻ വരെ മെനക്കെട്ടില്ല. ഒരു സംഗതിയിൽ ഇത് ചോദിച്ചിട്ടില്ല. സംഭവങ്ങൾ സ്ത്രീകളാണ് വന്ന് ഏറ്റുപറയുന്നത്. ആ പുരുഷൻ അവിടെ ഉണ്ട്, അവിടെ ജീവിക്കുന്നുണ്ട് അവൻ. അവനെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുപോയി കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ കൽപ്പിച്ചിട്ടില്ല. ഇതാണ് ഇസ്ലാം ഈ തരം കാര്യങ്ങളോട് കാണിക്കുന്ന മാന്യമായ ഒരു പ്രതികരണം. അപ്പോ ഈ വിധി വന്നു. ഏത്? ദൃക്സാക്ഷിയാണെങ്കിൽ പോലും ഈ തരം ഒരു കാര്യം കണ്ടാൽ പറയണമെങ്കിൽ 4 സാക്ഷികൾ കൂടെ വേണം. അപ്പോഴാണ് ഹിലാൽ റളിയല്ലാഹുവിന്റെ സംഭവം വന്നത്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, പ്രവാചകരെ, എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന കണ്ടാൽ, ഞാൻ പോയിട്ട് എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്യുന്ന കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ 4 സാക്ഷികളെ ഹാജരാക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഉണ്ട്, നീ നിന്റെ ഭാര്യയെ പറ്റി വ്യഭിചാര ആരോപണം നടത്തിയിരിക്കുന്നു, 4 സാക്ഷികളെ ഹാജരാക്കുക, അല്ലെങ്കിൽ നിന്നെ 80 അടി അടിക്കേണ്ടി വരും. അയാൾ വീണ്ടും ചോദിച്ചു, എൻ്റെ ഭാര്യ ഇത് ചെയ്യുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ പോയിട്ട് 4 ആളെ കൂട്ടിക്കൊണ്ടുവരണം ഞങ്ങൾ ഈ പറയുന്നത്, എന്താ പ്രവാചകരെ ഇത് എന്ന് വിധത്തിൽ ചോദ്യം ചെയ്തതല്ല, വേദനയോടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു, 4 സാക്ഷികളെ ഹാജരാക്കുക, അല്ലെങ്കിൽ നിന്നെ അടിക്കേണ്ടി വരും 80 അടിയൻ. ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ ഇറങ്ങിയത്. സൂറത്തുൻ നൂറില് ഈ വ്യഭിചാരത്തെക്കുറിച്ച് ആരോപിക്കുന്നത്, കേസ് പറയുന്നത് ഭാര്യ ഭർത്താവിനെ പറ്റിയോ ഭർത്താവ് ഭാര്യയെ പറ്റിയോ ആണെങ്കിൽ 4 സാക്ഷികളെ ഹാജരാക്കേണ്ടതില്ല, അവർ സത്യം ചെയ്താൽ മതി. ഭാര്യ സത്യം ചെയ്യുക, പിന്നെ ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ കുറ്റവാളിയല്ല എന്ന് അയാൾ പറഞ്ഞ പിന്നെ അയാൾ സത്യം ചെയ്യുക. അയാൾ സത്യം ചെയ്തതിന് ശേഷം ഇവൾ അതിനെ നിഷേധിച്ചുകൊണ്ട് ഇവളും സത്യം ചെയ്താൽ ഇതിന് ലിആൻ എന്നാ പറയാം. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അതുകൊണ്ടാണ് ഓടുന്നത്. ലിആൻ, പരസ്പരം ശാപവാക്കുകൾ പറഞ്ഞ് പിരിയുക, അവർ തമ്മിൽ കാലാകാലത്തേക്ക് വേർപിരിയും, വേറെ ശിക്ഷാ നടപടികൾ രണ്ടുപേർക്കും ഉണ്ടാവില്ല. ഇതാണ് അതിന്റെ വിധി. അപ്പൊ ഇത് ഈ ആയത്തിന്റെ വിശദീകരണമാണ് അവിടെ. അപ്പൊ എന്തൊക്കെ വന്നു? സൂറത്തു നിസായിൽ അവരെ വീട്ടുതടങ്കലിൽ നിർത്തുക എന്ന കാര്യം പറഞ്ഞു. സൂറത്തു നൂറിൽ അവരെ 100 അടി വീതം അടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അത് ഭാര്യ ഭർത്താവിനെ പറ്റിയോ ഭർത്താവ് ഭാര്യയെ പറ്റിയോ ആണെങ്കിൽ അവിടെ ലിആൻ എന്ന നിയമമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇനി പിന്നെ ഈ സന്ദർഭങ്ങളിലൊക്കെയും ഈ കുറ്റം സ്ഥിരീകരിക്കപ്പെടണം, അതിന് 4 സാക്ഷികൾ വേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയമുണ്ട്, എന്താണ് പറഞ്ഞു വന്നൊരു കാര്യം. ഈ തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ദീനിൽ ഏത് വിശുദ്ധിയെയും പഠിക്കുന്നത്, അത് അള്ളാഹു അതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ആയത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഇത്രയുമാണ് അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ വിഷയകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനങ്ങൾ, തീർപ്പുകൾ എന്തൊക്കെയാണെന്നതിനെ പറ്റിയാണ്. അത് ഞാൻ പറഞ്ഞു, ഈ വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നത്, വഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ, എനിക്ക് ശേഷം വരുന്ന സച്ചരിതരായ നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ഖുലഫാക്കളുടെ പിന്നെ സുന്നത്ത്, ചര്യ, അതും നിങ്ങൾ പാലിക്കുക. അള്ളു അലിഹ ബിൽ എന്താണ് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസിലെ വാചകം. അപ്പൊ നമ്മളോട് പിന്നെ പിൻപറ്റാൻ പറഞ്ഞിരിക്കുന്നത് ഖുലഫാഉർ റാഷിദുകളുടെ റൂളിങ്ങുകളാണ്, തീരുമാനങ്ങളാണ്. അതെന്താണ്? അവർക്കൊരു സുന്നത്ത് വേറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൂടാതെ അങ്ങനെ ചിന്തിക്കേണ്ടേയില്ല. എന്താ കാര്യം? പല വിഷയങ്ങളിലും ഇസ്ലാമിക നിയമങ്ങൾ ഈ പിന്നെ പ്രായോഗികമാക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടങ്ങളിലാണ് പതുക്കെ പതുക്കെ ഓരോ ഇൻസിഡന്റുകൾ ഉണ്ടാവുമ്പോഴെങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടു വന്നത്. ഖുലഫാഉർ റാഷിദുകൾ ആരും തനിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. അതിലേറ്റവും ഉയർന്നു നിൽക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ പോലും അദ്ദേഹം മദീന പള്ളിയിൽ വന്ന് കയറി മിമ്പറിൽ നിന്നിട്ട് പറയും, ഇങ്ങനൊരു വിഷയം എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, അള്ളാന്റെ ആയത്തുകളിൽ ഞാൻ ഈ വിഷയത്തെ പറ്റി ഒന്നും കണ്ടിട്ടില്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കൂട്ടത്തിലും എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. നിങ്ങൾക്ക് ആരുടെയെങ്കിലും പക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയകമായ വല്ല ഹദീസും അറിയാമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയും. അപ്പൊ അത് അറിയുന്നവർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഹദീസുകളിലും വരാത്തൊരു കാര്യമാണെങ്കിൽ അദ്ദേഹം സീനിയറായ സഹാബികളോട് കൂടിയാലോചിക്കും. ആർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അവർ സഹാബികൾ ഏകകണ്ഠമായ ഒരു തീരുമാനമെടുക്കും. അതിങ്ങനെ സുനഹദോസ് കൂടി തീരുമാനിക്കുന്ന പോലത്തെ ഒരു തീരുമാനമൊന്നുമല്ല. ഖുർആൻ ആയത്തുകളുടെയും ഹദീസുകളുടെയും ബലത്തിൽ ഇവിടെ ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുക്കും. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന്റെ പേരാണ് ഇജ്മാഉ എന്ന് പറയുന്നത്. ഇജ്മാഉ സഹാബ ദീനിൽ തെളിവാണ്. നമ്മളോട് ഇജ്മാഉ സഹാബയും സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ ഇജ്മാഉ സഹാബത്തിൽപ്പെട്ട വിഷയമാണ് പെണ്ണ് ഇമാമത്തിക്കാൻ പാടില്ല എന്നുള്ളത്, പെണ്ണ് ഖത്തീബാവാൻ പാടില്ല എന്നുള്ളത്, പെണ്ണ് അമീറാവാൻ പാടില്ല എന്നുള്ളത്. ചെയ്താലും അത് ഇജ്മാ തന്നെ. അവരെ മാറ്റി നിർത്തി എന്നതൊരു പ്രവൃത്തിയാണ്, അതും ഇജ്മാ ആണ്. അതുകൊണ്ട് അതെന്താ പെണ്ണിന് അങ്ങനെ ആയിക്കോട്ടെ, അവിടെ ഉണ്ടല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ, നല്ല പ്രാസംഗികയാണ്, പ്രഗത്ഭയായ പണ്ഡിതയാണ്. സഹാബികളൊക്കെ സംശയം തീർക്കാറുണ്ട്, ഖുലഫാ റാഷിദുകളൊക്കെ. അതാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷമുള്ള ഖിലാഫത്ത് ആലോചിക്കുമ്പോൾ എന്നാ നമുക്ക് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു ചാൻസ് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നീട് വന്ന ഖുലഫാക്കളെ തെരഞ്ഞെടുക്കുമ്പോഴും എന്തേ സഹാബികൾ എല്ലാവരും കൂടി സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യത്തിനെതിരിൽ ഇജ്മാ ഉണ്ടാവുക? സംഭവിക്കില്ല. എന്തേ ആയിഷ റളിയല്ലാഹു അൻഹ മദീന പള്ളിയിൽ ഖുതുബ പറഞ്ഞാൽ ഉമ്മയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ നിങ്ങൾ ഉമ്മമാരാണ്. ഇപ്പൊ നമ്മുടെ ഉമ്മ മിമ്പറിൽ കയറി സംസാരിച്ചാൽ താഴ്ത്തിരിക്കുന്നതൊക്കെ മക്കളാണെങ്കിൽ എന്ത് എന്ത് തെറ്റ് ചിന്താഗതി വരാനാ? എന്നിട്ട് പോലും അത് ഉണ്ടായില്ല. അപ്പോ സഹാബികളുടെ ഇജ്മാഉ ദീനിൽ തെളിവാണ്. അവരെന്തെങ്കിലും ഒരു കാര്യം ഇജ്മാആയി ചെയ്താലും തെളിവാണ്, എന്തെങ്കിലും കാര്യങ്ങൾ ഉപേക്ഷിച്ചിരുന്നാലും അത് തെളിവാണ്. ആ അർത്ഥത്തിൽ ഇവിടെ 4 ഖലീഫമാരുടെ കാലത്തും മുസ്ലിം സമൂഹത്തിൽ നിലനിന്ന ഇജ്മാ ആണ് വിവാഹിതരായ പുരുഷനോ സ്ത്രീ ആണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലേണ്ടതാണ് എന്ന്. അതോടുകൂടി പിന്നെ വേറെ മറ്റെന്ത് സ്കോളേഴ്സ് പറഞ്ഞതിനെ പറ്റി നമ്മൾ ബേജാറാവേണ്ടതില്ല. ഇനി ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇപ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിലെ സുന്നികളായ ആൾക്കാർ, പ്രത്യേകിച്ച് എ ബി വിഭാഗത്തിന്റെ ഒക്കെ ആൾക്കാര്, ഈ പിന്നെ കറാമത്തിന്റെ കഥകളായും മറ്റുമൊക്കെ ഒരടിസ്ഥാനമില്ല എന്തെല്ലാം പറഞ്ഞു വരുന്നുണ്ട്, എന്തെല്ലാം പറഞ്ഞു വിടുന്നുണ്ട്, എന്തെല്ലാം പടച്ചു വിടുന്നുണ്ട്. പിന്നെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ ഒരിക്കലും കാണാത്ത അവക്കെതിരായ എന്തെല്ലാം സംഗതികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്ന് അറബി പറഞ്ഞു നോക്കൂ. കാല ഷെയ്ഖ് ഫുലാൻ ബിൻ ഫുലാൻ. ഏതിയാണ് ഈ ഫുലാൻ? കേരളത്തിലെ ഏതെങ്കിലും സുന്നി പണ്ഡിതൻ. ഇതൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം 2025 മലബാറിൽ ഒരു പിന്നെ ആലിമ് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ദീനിൽ തെളിവാകുമോ? എന്നാ അത്രയൊക്കെ തന്നെ ഈ പറയപ്പെടുന്ന ആളുകളുടെ അവസ്ഥയുള്ളൂ. പലരും അവർ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രൂപ്പുകളുടെ ബലത്തിന് വേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയൊക്കെ പലപ്പോഴും ഈ തരം കാര്യങ്ങൾ, ആയത്തുകളെ വളച്ചൊടിക്കുകയോ ഇല്ലാത്ത ഹദീസുകൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്ത ഹദീസുകൾ ഉണ്ടാക്കി എന്ന് ഞാൻ പറയുമ്പോഴേക്ക് തലയിലേക്ക് ഓടണ്ട, അപ്പൊ ശരിയായ ഹദീസുകൾ കിട്ടിയിട്ടില്ല അല്ലേ? കിട്ടിയിട്ടുണ്ട്. തെറ്റെന്താണെന്ന് തിരിച്ചറിയിക്കാൻ പറ്റുന്ന മാനദണ്ഡങ്ങൾ ആ വിഷയത്തിലുണ്ട് താനും. അതെന്താ, ഈ സംഘടനാപരമായ ബോധം വരുമ്പോൾ പലപ്പോഴും തെളിവുകളുടെ പിൻബലമുള്ള കാര്യങ്ങളെപ്പോലും പലപ്പോഴും അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ വിദേത്തുകളോ ഒക്കെ സംസാരിക്കുന്ന രീതി വരും. ഇപ്പോൾ നമ്മളെ നാട്ടിൽ കണ്ണീർ, സിഹിർ, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയൊക്കെ അതൊക്കെ ഹദീസുകൾ കൊണ്ട് ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ. അത് ഞാൻ പറയുമ്പോൾ അതിനെപ്പറ്റി നാട്ടിൽ പ്രചാരത്തിലുള്ള എല്ലാ ധാരണകളെയും ഇസ്ലാം അംഗീകരിച്ചൊന്നല്ല, പറഞ്ഞു തന്നവയുണ്ട് അത്. പക്ഷെ അതിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ കൂട്ടത്തിലില്ലേ? അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്താ മാനദണ്ഡം? പൂർവികരായ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? സ്കോളേഴ്സ് ആയവർ അതിപ്പോ പറയാം. എന്നിട്ട് ഒരു പടി കൂടി മുന്നോട്ട് എത്തിയിട്ടുള്ള പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാനാരെയും വിമർശിക്കാൻ വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കാറില്ല. സംഘടനാപരമായ ആ അർത്ഥത്തിൽ കാണേണ്ടതില്ല. എന്താ പറഞ്ഞു വെച്ച പ്രസംഗം? ഇപ്പൊ ജീവിക്കുന്ന ഒരു വലിയ സ്കോളറുടേത്
ഖുർആൻ ആയത്തുകളുടെ അർത്ഥമാണെങ്കിൽ പോലും നമ്മുടെ ബുദ്ധിക്കത് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതിയും. ഇതൊരു ഒറ്റപ്പെട്ട വർത്താനല്ല, ഒരു സമൂഹം കൊണ്ടു നടക്കുന്ന ഒരു ധാരണയാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു വിധി, ഒരു കൽപ്പന, ഒരു നിരോധം, അല്ലെങ്കിൽ ഒരു ചരിത്ര വസ്തുത, അല്ലെങ്കിൽ ഒരു ഭൗതികപരമായ ഒരു വസ്തുത പറഞ്ഞു വെച്ചാൽ പോലും അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതിയും. ഇവിടം വരെ എത്തി. അപ്പൊ ഇതാണ് കഴിഞ്ഞ തലമുറകളിൽ കഴിഞ്ഞു പോയ പല സ്കോളേഴ്സിന്റെയും വാക്കുകൾ. ഇപ്പോഴും ധാരാളം ഇത്തരം ആളുകൾ വരാറുണ്ട്, പറയാറുണ്ട്. മാത്രമല്ല, ഈ അറബ് നാടുകളിലെ ചാനലുകൾ ധാരാളം ഇരുന്ന് കാണാറുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പം അത്ര അങ്ങനെ കഴിയാറില്ല. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ നോക്കാറുള്ളൂ. അത് തന്നെ പലപ്പോഴും യൂട്യൂബൊക്കെ തരുന്ന വിധത്തിലാവുമ്പോൾ പൂർണ്ണ ലൈവ് അല്ല പലപ്പോഴും കിട്ടുന്നത്. അപ്പൊ അവരൊക്കെ ചെയ്യുന്ന രീതി എന്താന്ന് പറഞ്ഞാൽ, കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ മതപരമായ വിഷയങ്ങളെ പറ്റിയുള്ള ഫത്വകൾ ചോദിക്കുക എന്ന വിഷയം. അതുപോലെ തന്നെ ഈ മതപരമായ വിഷയങ്ങളെ പറ്റി വ്യത്യസ്ത തർക്കപ്രശ്നങ്ങളായി നിൽക്കുന്ന വിഷയങ്ങളെ പറ്റി ചർച്ചക്കിടുക എന്നത്. പൊതുവെ അറബ് നാടുകളിൽ ഞാൻ നോക്കുന്ന അൽ ജസീറ, അൽ അറബി തുടങ്ങിയ ചാനലുകളിലും ഒക്കെ ഇതിന് വിളിക്കാറ് സ്കോളേഴ്സിനെ ആണെങ്കിലും ചിലപ്പോഴൊക്കെ അത്ര കഴിവില്ലാത്ത ആളുകളെയും വിളിച്ചു ചേർക്കാറുണ്ട്, വിമർശനാത്മകമായി മറുപടി വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അവരുടെ പിന്നെ ചാനലിന് പിന്നെ റീച്ച് ഉണ്ടാവാനും മറ്റുമൊക്കെയായി പറയുന്നവയാണ്. ഞാനത് എവിടുന്ന കാണുന്നതെന്ന് ചോദിച്ചാൽ, ഈ വിഷയകമായി ഓരോ ആഴ്ചയിലും മാറി മാറി ദിവസങ്ങളിൽ സെർച്ച് ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസം കാണാത്ത വിഷയങ്ങൾ, ലേഖനങ്ങൾ, കഴിഞ്ഞ മാസത്തിൽ കാണാത്ത പ്രസ്താവനകൾ, ലേഖനങ്ങൾ കാണാനിടയാകുന്നുണ്ട്. അതിൻ്റെ അടിയിൽ എഴുതിക്കാണ് ഇന്ന ദിവസം ഇന്ന അൽ ജസീറയിൽ പ്രക്ഷേപണം ചെയ്തത്, അല്ലെങ്കിൽ അൽ അറബിയിൽ പ്രക്ഷേപണം ചെയ്തത്. അപ്പം അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അവരുടെ ആവശ്യം എന്താന്ന് പറഞ്ഞാൽ അവരുടെ ചാനലുകൾക്ക് വ്യൂവേഴ്സിന് ഉണ്ടാക്കാൻ ഈ തരം ഇപ്പം നിസ്കാരം 5 നേരമാണ് എന്ന വിഷയത്തെ പറ്റിയിട്ടൊരു ചർച്ച ഇട്ടാൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിലെ പണ്ഡിതന്മാരെല്ലാവരും അതിൽ യോജിപ്പേ ഉണ്ടാവുള്ളൂ. ഷിയാക്കൾക്ക് മാത്രമേ അത് 3 മതി എന്ന അഭിപ്രായമുള്ളൂ. 5 പക്ഷെ 3 നേരം മതി എന്നുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ ഒരു ചർച്ച ഇടൂല ഒരു ചാനല്, കാരണം അതിന് വ്യൂവേഴ്സിനെ കിട്ടൂല. ഈ ജാതി എന്തെങ്കിലും എന്നിട്ട് ഇവരിങ്ങനെ വന്നിങ്ങനെ പറയുന്ന ഒരു രീതി. മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമുക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്. ഞാനൊരു അതിഭക്തനായി അഭിനയിച്ചുകൊണ്ട് പറയുന്നില്ല, ക്ലീൻ ഷെയ്വാ ഈ സ്കോളേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പല ആളുകളും. അത്ര പോലും ആ സുന്നത്തിനോടൊരു ബഹുമാനം കാണിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് പലപ്പോഴും നിന്നിട്ട് ഇങ്ങനെ തനി ഭൗതികവാദികൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെ ഉദ്ധരിക്കുന്നത്. ആയത്തുകൾക്ക് കൊടുക്കുന്ന അർത്ഥം പോലും അവർ എവിടുന്നോ കണ്ടെത്തി കൊടുക്കുന്ന വിധത്തിലുള്ളവയാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം, ഇന്നിപ്പോ ഈ സോഷ്യൽ മീഡിയയും നെറ്റുമൊക്കെ വിശദീകരിച്ച് നിൽക്കുന്ന ഒരു സമയത്ത്, പണ്ടും ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, മിനാരത്തിന്റെ അടയാളവും ചന്ദ്രക്കലയെല്ലാം കാണുമ്പോഴേക്ക് ഇതൊക്കെ ശരിക്കും ഇസ്ലാമികമായത് തന്നെയാണ് എന്ന് തീരുമാനിക്കാൻ മെനക്കെടാതിരിക്കുക. ആരൊക്കെ പറഞ്ഞാലും എഴുതിയിരുന്നാലും ശരി, അതിനവർ നൽകുന്ന പിൻബലമായി പറയുന്ന ആയത്ത് എന്താണ്, ഹദീസ് എന്താണ് എന്ന് നോക്കുക. ചുരുങ്ങിയത് ആ ആയത്തിനെ പറ്റി അമാനി മൗലവിയുടെ പരിഭാഷയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നെങ്കിലും നോക്കാനുള്ള ഒരു സൗമനസ് നമ്മൾ കാണിക്കുകയും ചെയ്യാം. ഈ ആയത്തിലേക്ക് വരികയാണ്. എന്താണ് അള്ളാഹു ചെയ്തത്? സ്ത്രീകളിൽ ഈ തരം തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല, പക്ഷെ വ്യഭിചാരം മനുഷ്യനായതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. പണ്ടൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടല്ലോ, ഹിന്ദു പറഞ്ഞൊരു വാചകം അവൻ്റെ, എന്തിന് പ്രതിജ്ഞ എടുക്കണം നബിന്റെ ശരീരത്ത് പോയിട്ട് ഞാൻ വ്യഭിചരിക്കൂലെന്ന്? സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ ആരെങ്കിലും വ്യഭിചരിക്കാൻ പോവാ, അടിമ പെണ്ണുങ്ങളല്ലാതെ? അതാണ് ആ കാലഘട്ടം. സ്വതന്ത്രകളായ സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ ഈ തരം വൃത്തികേടുകൾ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നതാണ് അവിടുത്തെ നാട്ടുനടപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല? എൻ്റെ നാട്ടിലൊക്കെ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു കഥ പറയാം. ഒരു ധനാഢ്യനായ, പക്ഷെ തറവാടികൾ എന്ന് പറയുന്നവരിൽപ്പെട്ട ഒരു കുട്ടി, ഒരു പെൺകുട്ടി, 6 7 ഞാനും സ്കൂൾ പഠിക്കുന്ന പ്രായമാണ്, പക്ഷെ തലയിൽ ചില സംഗതികൾ ഓർമ്മയിൽ നിൽക്കല്ലോ. ആ കുട്ടി എൻ്റെ വീട്ടിൽ, എൻ്റെ ഉമ്മ ഒരു അധ്യാപികയായിരുന്നു, എൻ്റെ അടക്കം അധ്യാപിക, അള്ളാഹു റഹ്മത്ത് നൽകുമാറാവട്ടെ. അപ്പോ ഉമ്മാനെ കാണാൻ വേണ്ടി വന്നു ആ കുട്ടി. അപ്പൊ ആ കുട്ടിയുടെ കൂടെ കുറച്ചൊരു മുതിർന്ന ഒരു പെണ്ണും കൂടെയുണ്ട്. ഞങ്ങളെ വീട്ടിന് അധികം ദൂരെയൊന്നുമില്ല, റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്തുനിന്ന് വരണത്രേ ഇടും. അപ്പം ആ കുട്ടിയുടെ ഈ കുട്ടി കൂടി ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും വന്ന് പോയതിനു ശേഷം ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എന്തിനാണ് അവർ വന്നത്? അറിയാനുള്ള കൗതുകത്തോടെ. അപ്പൊ പറഞ്ഞ, ആ കുട്ടി ഇങ്ങനെ ഒരു കാര്യം പറയാനോ ചോദിക്കാനോ എന്തിനോ വന്നതാണ്. അപ്പൊ കൂടുള്ള കുട്ടിയോന്ന് ചോദിച്ചു.
അതങ്ങനെയാടാ. നല്ല നല്ല കുടുംബത്തിലെ പെൺകുട്ടികളെ ഓലാരും ഒറ്റക്ക് പുറത്തേക്ക് വിടൂല. ഓലെ കൂടെ ഏതെങ്കിലും ഒരു പെണ്ണിനെയും കൂടി കൂടെ വിടും. അങ്ങനെ പറഞ്ഞയക്കാറുള്ളൂ എന്ന് അന്ന് ഉമ്മ പറഞ്ഞൊരു വാക്കിന്റെ തലയിലുണ്ട്. ഞാൻ പിന്നെയും പലപ്പോഴും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ചെയ്തവർ മാത്രമേ തറവാടികളുള്ളൂ, അല്ലാത്തവരൊന്നും തറവാടികളൊന്നും അല്ലാതൊന്നും ഞാൻ പറഞ്ഞില്ല. എല്ലായ്പ്പോഴും ഇത് പാലിക്കാൻ എല്ലാവർക്കും പറ്റിക്കോളൊന്നുമില്ല. പക്ഷെ ആ ഒരു ശ്രദ്ധ സൂക്ഷ്മതയാണ് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഹിന്ദിന്റെ വാചകം ഞാൻ പറഞ്ഞത്. മാന്യ തറവാട്ടിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ഈ തെമ്മാടിത്തത്തിന് പോവോ എന്നാണ്. എന്നിട്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യണോ, ഞാൻ ജിന ചെയ്യൂലാന്ന്? അതിന്റെ ആവശ്യമില്ല എന്നുള്ള മട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ അള്ളാഹുവിനെയോ ചോദ്യം ചെയ്തതില്ല. അതൊരു ഇസ്സത്തുള്ള ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയുടെ പ്രതികരണമാണത്. അതൊക്കെ കണ്ട് പോയിട്ട് ഞാനിപ്പം ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അതും ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടല്ല, അനാവശ്യമായ ചർച്ചകളിലേക്ക് പോവാതിരിക്കാൻ. ഞാൻ ഇന്നാളും പറഞ്ഞു, ഈ മാപ്പിള പെണ്ണുങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല റീലുണ്ടാക്കിയല്ലാതെ. അപ്പൊ നിങ്ങൾ നേരെ തിരിച്ചു ചോദിക്കോ, ഉസ്താദിന് വേറെ പണിയൊന്നുമില്ലേ ഈ റീല് കാണലല്ലാതെ? സത്യമാണ്, റീല് കാണാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് പല ഇൻഫോർമേഷൻസും കിട്ടുന്നത് ഈ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ട്. അധിക സമയമില്ല, ഒരു ഒരു ക്ലിപ്ത സമയം മാത്രം. പക്ഷെ പലപ്പോഴും അതല്ലല്ലോ എനിക്ക് തരുന്നത് AI. എനിക്ക് ആവശ്യമില്ലാത്ത ഞാൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് പലപ്പോഴും പറയുന്നതൊക്കെ ചിലപ്പം കിട്ടാറുണ്ട്. അത് പിന്നെ ഞാൻ മനസ്സിലാക്കി, നമ്മളെ മൊബൈലിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് ഓഫാക്കി വെച്ചില്ലെങ്കിൽ AI നമ്മൾ പറഞ്ഞൊക്കെ എടുത്തിട്ട് തിരിച്ചു വിടും. അതുകൊണ്ടൊക്കെ ഓഫാക്കി വെച്ചിരിക്കുക ഇപ്പോൾ. ശരി, കാരണം ചില സാധനങ്ങളൊക്കെ അത് കിട്ടിയാൽ തിരക്കിടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ തിരക്കിടില്ല എന്നൊക്കെ കണ്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ഫേസ്ബുക്ക് തുറന്നാൽ കാണാം അതിൻ്റെ പരസ്യങ്ങൾ മാത്രം കൂട്ടത്തോടെ. അപ്പോഴും ഞാൻ വിചാരിക്കലുണ്ട്, ഇവർക്കാർക്ക് ഈ ഒഴിവ് അറിയുന്ന ആൾക്കാരും പിന്നെ അത് ഒഴിവല്ല, അത് ഫോണിൻ്റെ ഉള്ളിൽ ഒരു സെറ്റിങ്സ് ആണെന്ന്. അപ്പൊ അതേപോലെ ഈ പിന്നെ നമ്മളതിൽ വിധേയപ്പെട്ടു പോവുകയാണ്. ഏതുപോലെ എന്നറിയോ? സമയമാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഈ മാസം പെരുന്നാൾ ഉറപ്പിച്ചോ മാസം ഉറപ്പിച്ചോ എന്നൊക്കെ പറയുന്നതിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റേഡിയോ ആണ് അന്ന് ആദ്യ ആകെയുള്ള പിന്നെ അവലംബം. അപ്പോൾ 9 മണി മുതൽ 9:15 വരെ, 9 മണി 8:45 വരെ ഇംഗ്ലീഷ് വാർത്തയാണ് തോന്നാറ് ഈ പിന്നെ ആകാശവാണിയിൽ. പിന്നെ 9 മുതൽ 9:15 വരെ ശാസ്ത്രീയ സംഗീതമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 9:15-നാണ് പിന്നെ അടുത്ത വാർത്ത വരിക. അപ്പോൾ പലപ്പോഴും പ്രായമായ ആളുകളും മറ്റവരൊക്കെ ഈ റേഡിയോ തുറന്നിട്ടെങ്കിലും ഇരിക്കും. എപ്പോൾ 9, 10, 12 മുതൽക്ക് തന്നെ. ഓല് എന്താ കേൾക്കുന്നത്? ഓല് കേൾക്കുന്നത് ഈ ശാസ്ത്രീയ സംഗീതമാണ്. ഓല് ശാസ്ത്രീയ സംഗീതം കേൾക്കാൻ വേണ്ടി തുറന്നതല്ല അത്. ഈ മാസപ്പിറവി പെരുന്നാളായോ നോമ്പായോ എന്ന് അറിയാനിരിക്കണ. പക്ഷെ വേറൊരാൾക്ക് കണ്ടാൽ തോന്നും, ഇതെന്താ ഈ വയസ്സന്മാരെല്ലാവരും കൂടിയിട്ട് ഈ റേഡിയോ തുറന്നു വെച്ചിട്ട് ശാസ്ത്രീയ സംഗീതം കേൾക്കണമെന്ന്. ഈ പറഞ്ഞ മാതിരിയാണ് TV ഈ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടത്. നമുക്കതെല്ലാം ആവശ്യമെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ അതിലൂടെ സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വരികയാണ്. പറഞ്ഞു വന്നത്, ഇതിലൊക്കെ എന്തോ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു സമൂഹം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവരോടൊക്കെ ഉള്ള ഒരു ഉപദേശം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്, "ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാഹു." കുറച്ച് സമയം ഒന്ന് തനിച്ചിരിക്കുക, എന്നിട്ട് ഇത് കണ്ണിന്ന് കണ്ണീര് വരാം. എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഒന്ന് തനിച്ചിരിക്കും. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന ഈ ലൈക്ക് കൊണ്ടും ഈ വ്യൂവേഴ്സിനെ കൊണ്ട് ഈ റീച്ച് കൊണ്ടുമൊക്കെ എന്ത് നേടാനാണ്? എന്താ ഇതിൻ്റെ ഒക്കെ അർത്ഥം? ഇതിലെന്ത് എന്ത് രസമാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കാനും ചിന്തിച്ച് നോക്കാനും പറയാൻ ആ കാര്യത്തെപ്പറ്റി, ആ വിഷയത്തെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആയത്തിലേക്ക് പോവാം. അപ്പോ അതെന്തിനാ മനഃപൂർവ്വമാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങളവരെ തടഞ്ഞു നിർത്തുക എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഇന്ന് ഞാൻ അർത്ഥം പറയുമ്പോൾ ഞാൻ, വലിയ ആളല്ല ഞാൻ, അവരെ ഈ തരം സോഷ്യൽ പിന്നെ മീഡിയകളുണ്ടല്ലോ അവയിൽ നിന്നുകൂടി തടഞ്ഞു നിർത്തണം എന്നുകൂടി എനിക്കൊരഭിപ്രായം പറയാലോ. സ്വീകരിക്കണം എന്നില്ല, സ്വീകരിക്കണം എന്നില്ല. തഫ്സീറുകൾ എവിടെയും ഞാൻ കണ്ടിട്ടുമില്ല. ഒരുപക്ഷെ ഇനി ആരെങ്കിലും എഴുതിയാൽ പറഞ്ഞുകൂടായികയില്ല. ഈ തരം സ്ത്രീകൾ തെറ്റിലേക്ക് വിളിക്കപ്പെടുകയും ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം, മാർഗം ഇൻസ്റ്റഗ്രാമും അതുപോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റം പറയുന്നില്ല. അതിനെ നല്ല വിധത്തിൽ ഉപയോഗിക്കാനും മനുഷ്യന് കഴിയും, തിന്മക്ക് ഉപയോഗിക്കാനും മനുഷ്യന് കഴിയും. അതിൻ്റെ കുറ്റം അത് ഉണ്ടാക്കിയവർക്കോ അത് മാനേജ് ചെയ്യുന്നവർക്കോ അല്ലല്ലോ. അതുകൊണ്ട് അപ്പം ആ തരത്തിൽ പോകുന്ന വഴികളെ തടഞ്ഞു നിർത്തുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയല്ലോ, അവരെ തടഞ്ഞു നിർത്തുക. ഇനി ഒരായത്ത് കൂടിയുണ്ട്, അതുകൂടി പിന്നെ ഉള്ള 10 മിനിറ്റ് കൊണ്ട് 6 മിനിറ്റ് കൊണ്ട് പറയണം. വല്ലതാനി, ആ രണ്ടുപേരില്ലേ, യതിയാനിഹ, അത് ചെയ്യുന്നവർ,
ഹ എന്ന പ്രോനൗൺ ഉദ്ദേശിക്കുന്നത് ആ ഫായിസത്താണ്. ആ തെമ്മാടിത്തം ചെയ്യുന്ന രണ്ടുപേര് മിൻക്കും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഫആദൂഹുമ നിങ്ങൾ അവരെ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ പീഡിപ്പിക്കണം, അല്ലെങ്കിൽ ശല്യപ്പെടുത്തണം. അങ്ങനെ അധികം കൽപ്പനകൾ ഖുർആനിലില്ല. ആ തെറ്റ് ചെയ്യുന്ന സ്ത്രീയെയും പുരുഷനെയും നിങ്ങൾ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ ശല്യപ്പെടുത്തണം. എന്നിട്ട് ഫൈൻ താപ അവർ രണ്ടുപേരും പശ്ചാത്തപിച്ചാൽ വാസ്ലഹ ജീവിതം നന്നാക്കി തീർത്താൽ ഫഅർലുവന്നുമ അവരിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയുക. തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല. പിന്നെ ഇന്നല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു ധാരാളമായി പശ്ചാത്തലം സ്വീകരിക്കുന്നവനാണ്, ഏറെ കരുണ കാണിക്കുന്നവനുമാണല്ലോ. അപ്പൊ ഇതും അതിന്റെ കൂടെ തന്നെ വായിക്കാം. എങ്ങനെ? സിന ചെയ്യുന്ന ഒരു പുരുഷനോ സ്ത്രീയോ ഉണ്ടെങ്കിലും അവരെ സ്ഥിരീകരിക്കപ്പെട്ടാൽ അവരെ വീട്ടുതടങ്കലിൽ വെക്കുക, അവരെ സാധിക്കുന്ന വിധത്തിലൊക്കെ അവരെ പീഡിപ്പിക്കുക, ശല്യപ്പെടുത്തുക. ഇപ്പൊ വാക്കുകൊണ്ട്, ചിലപ്പോഴൊക്കെ പറഞ്ഞ് ശാരീരികമായിട്ട് എന്നൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നടപ്പിൽ വരുത്തിയ ഒരു സുന്നത്ത് കാണാൻ കഴിയുന്നില്ല. ഇന്ന സഹാബിയെ അല്ലെ ഇന്ന സഹാബിയത്തിനെ നിങ്ങൾ ഇന്ന വിധത്തിൽ ശല്യപ്പെടുത്തുക, പീഡിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു ഹദീസ് കാണാൻ കഴിയുന്നില്ല. പിന്നെ അതിൽ അത് പഠിച്ച പണ്ഡിതന്മാരുടെ പൂർവികരായ ആൾക്കാരുടെ അഭിപ്രായങ്ങളെ കാണാൻ കഴിയുള്ളൂ. അപ്പൊ അത് വാക്കുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റു വിധത്തിൽ അവരെ ശല്യപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുക. ഏതായിരുന്നാലും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അർത്ഥമുണ്ട്. അതുപോലെ മാന്യന്മാരായിക്കൊണ്ട് സൽക്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിസ്സാരവൽക്കരിച്ച് അതിപ്പോ എന്താ ഒരു ദുർബല നിമിഷത്തിൽ ആരായാലും അങ്ങനെ ആയിപ്പോകൂലേ എന്തെല്ലാം കൂടി പറഞ്ഞിട്ട്, എല്ലാവരും കൂടി 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 പറഞ്ഞിട്ട്, എന്താണ് ഈ 6-ാം നൂറ്റാണ്ടിലെ മതം ഇങ്ങനെ എന്നെല്ലാം കൂടി മതത്തിനെയും കുറ്റം പറഞ്ഞ്, മതനേതാക്കളെയും കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ ആരാപ്പത്ര ശുദ്ധരൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ എന്ന് ജനകീയവൽക്കരിച്ച്, ഇങ്ങനൊക്കെ കൂടി അതൊരു വിഷയമല്ലാതാക്കി മാറ്റുന്ന ഒരവസ്ഥ ഏതായാലും ദീൻ അംഗീകരിക്കുന്നില്ല. ആ തരം തെറ്റ് ചെയ്തവരെ പീഡിപ്പിക്കണം, വാക്കുകൾ കൊണ്ടോ മറ്റു വിധത്തിലോ അവരെ വിഷമിപ്പിക്കേണ്ടതാണ്. എന്നാൽ അവർ പശ്ചാത്തപിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ട്. വാസ്ലഹ അവർക്ക് നല്ല നിലക്ക് ജീവിക്കാനും അവസരമുണ്ട്. അങ്ങനെ വന്നാൽ അവർ പശ്ചാത്തപിക്കാൻ പ്രേരിപ്പിക്കുകയും ജീവിതം നന്നാക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ വേണ്ടത്. ശരി. അപ്പൊ ഈ രണ്ടായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സിനയെ പറ്റിയാണ് എന്നാണ്. ഇനി ഈ ആയത്തിന്റെ വിശദീകരണം കേട്ടോളൂ. മറ്റൊരു വിശദീകരണം, മറ്റൊരു അഭിപ്രായം. ആയത്തിൽ പറഞ്ഞിരിക്കുന്ന 15-ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് വീട്ടുതടങ്കലിൽ വെക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് വിവാഹിതരാണെങ്കിൽ എന്നും, 2-ാമത്തെ ആയത്തിൽ അവരെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞത് അവിവാഹിതരാണെങ്കിൽ എന്നും ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും ഒന്നും ക്ലാസ്സിൽ പറയാറില്ല, പക്ഷെ ഇവിടെ ഇത് പ്രബലമായി നിലനിൽക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് 2 ആയത്തും ഒരേ കൂട്ടരെ പറ്റിയാണ്, വിവാഹിതനായാലും അവിവാഹിതനായാലും എല്ലാവർക്കും എന്ന വിധത്തിലും. ഈ ആയത്തിന് ഇങ്ങനെ ഒരു വിശദീകരണം ചിലർ നൽകിയിട്ടുണ്ട്. 15-ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന വിവാഹിതരെ പറ്റിയാണ്. അവിവാഹിതനാണെങ്കിൽ അവരെ വീട്ടുതടങ്കലിൽ വെക്കൊന്നും വേണ്ടയില്ല. അവരങ്ങള് പിന്നെ പീഡിപ്പിച്ചാൽ മതി, വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഒക്കെ പറഞ്ഞ് പീഡിപ്പിച്ചിട്ട് അവരാ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടായാൽ മതി. ഒരർത്ഥം കൂടി ഉണ്ട്, 2 മിനിറ്റ് സമയമുണ്ട്. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇതൊന്നുമല്ല. അബൂ മുസ്ലിം ഇസ്ഫഹാനിയാണ് ഈ അഭിപ്രായത്തിന്റെ ആള്. പലപ്പോഴും ഒരു ഒറ്റപ്പെട്ട അഭിപ്രായം പറയുന്ന ഒരു സ്വതന്ത്രമായി, അതായത് മറ്റുള്ളവർ പറയുന്നത് തന്നെ ഏറ്റു പറയാതെ പോകുന്ന ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. ആകല്പ്യമുള്ള നെസ്ഖിന്റെ ആയത്തൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് ഉദ്ധരിച്ചത്. അദ്ദേഹം പറയുന്നത് ആരോ ഇതിൽ അതൊന്നും വ്യഭിചാരത്തെ പറ്റിയേ അല്ല എന്നാണ്. ഈ 2 ആയത്തുകളും സിനയെ പറ്റിയേയല്ല. പിന്നെയോ വല്ലാത്തി 18-ൽ ഫാഹിഷത്തമിൻ നിസായിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ത്രീയും സ്ത്രീയും തമ്മിൽ നടക്കുന്ന ലൈംഗിക ആഭാസം. സിന എന്നല്ല, പെണ്ണും പെണ്ണുമായിട്ട്, അതിന് സിഹാഖ് എന്നാണ് അറബിയിൽ പറയാ, സ്ത്രീയും സ്ത്രീയും തമ്മിൽ. ഇന്നത്തെ കാലത്തൊക്കെ ആ വാക്കുകൾക്ക് വളരെ ബലമുണ്ട്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനമുണ്ട്, ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും കല്യാണം കഴിക്കുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കൂല. അന്ന് അറിയപ്പെട്ട ഒരു സംസ്കാരത്തിലും അതില്ലെന്നാണ് ഈ ആയത്തുകൾ വിശദീകരിച്ച മുഫസ്സിറുകൾ പറഞ്ഞു വെച്ചത്. അത് ആളുകൾ അങ്ങനെ ഇന്നിപ്പം മാറി. നമ്മളെ നാട്ടിൽ വരെ ഇതിന് അംഗീകാരം കിട്ടിയിട്ട് അവരൊക്കെ എന്തോ വലിയ എന്തോ പേരുണ്ട് അവർക്ക്, മഹാന്മാരും മഹരികളുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അവരൊക്കെ.
ഏത് ആണും തമ്മിലും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 15-ാമത്തെ ആയത്തിൽ പറയുന്നത് സ്ത്രീകൾ സ്ത്രീകളുമായി ലൈംഗികമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ അവർക്കുള്ള ശിക്ഷയാണ് അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക എന്നത്. 16-ാമത്തെ ആയത്തിലുള്ളതോ 16-ാമത്തെ ആയത്തിൽ പുരുഷൻ പുരുഷനുമായുള്ള തെറ്റുകളെ പറ്റിയാണ്, ലൈംഗിക തെറ്റുകളെ പറ്റിയാണ് എന്നാണ് അബൂ മുസ്ലിം അൽ ഇസ്ഫഹാനി ഈ ആയത്തുകൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ എന്തായി? ഖുർആൻ പരിപൂർണമായി എല്ലാ ഭാഗവും ബന്ധിപ്പിച്ച മാതിരിയായി. സൂറത്തു നൂറിൽ വിവാഹിതരായ സ്ത്രീകൾക്ക്, വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ ഈ തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷ എന്താണെന്ന് പറഞ്ഞു. സഹിയായ ഹദീസുകളിൽ സൂറത്തു നൂറിൽ അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ ഈ തെറ്റ് ചെയ്താലുള്ള ശിക്ഷ എന്താണെന്ന് പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ്. അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ. ഹദീസിൽ വിവാഹിതരാണ് അവരെങ്കിൽ എന്ത് ശിക്ഷ എന്ന് പറഞ്ഞു. സൂറത്തു നിസായിൽ 15-ാമത്തെ ആയത്തിൽ സ്ത്രീകൾ തമ്മിലാണ് ഇത്തരം വൃത്തികേട് നടക്കുന്നതെങ്കിൽ എന്താണ് അവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞു. 16-ാമത്തെ ആയത്തിൽ പുരുഷനും തമ്മിലാണ് ഇത്തരം തെറ്റുകൾ സംഭവിക്കുന്നതെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഖുർആൻ ആ വിഷയങ്ങൾ മുഴുവൻ പ്രതിപാദിച്ചിരിക്കുന്നു എന്നൊരാശയം വന്നു കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, എല്ലാ മുഫസ്സിറുകളും അംഗീകരിക്കുന്ന ഒരു വീക്ഷണമല്ല അത്. അബൂ മുസ്ലിം അൽ ഇസ്ഫഹാനി എന്ന പ്രസിദ്ധനായ മുഫസ്സിറിന്റെ അഭിപ്രായം മാത്രമാണ്. ഏതായിരുന്നാലും ശരി, ഈ തിന്മകളോട് ഒരുതരം സാമട്ട്, ഒരു നിസ്സാരമട്ട് ആ വിഷയം ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഖുർആന്റെ ഭാഷ്യം. അപ്പൊ നമ്മുടെ മനസ്സും അത് തന്നെയാണ്. അതിൽ നിന്ന് മാറാൻ നമുക്ക് അനുവാദമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള തൗഫീക്കും അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. സമയം കഴിഞ്ഞു. ഞാൻ ക്ലാസ് നിർത്താണ്. അസ്സലാമു അലൈക്കും.